യു ആർ ഗുഡ് വെൻ യു ആർ വൺ വിത്ത് യുവർ സെൽഫ്. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തതയുണ്ടാക്കുന്ന പുസ്തകമാണ് ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ് അഥവാ പ്രവാചകൻ. ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ശേഷം പടിഞ്ഞാറൻ ലോകത്തെ ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ട പുസ്തകമാണ് പ്രവാചകൻ. അൽ മുസ്തഫ എന്ന പ്രവാചകന്റെ ദർശനങ്ങളിലൂടെയാണ് ജിബ്രാൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. ഓർഫലീസ് എന്ന ഗ്രാമത്തിൽ നിന്നും അൽ മുസ്തഫ വിട പറയുമ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം. ആധുനിക അറബ് സാഹിത്യത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളാണ് ഖലീൽ ജിബ്രാൻ. 1983 ലബനോണിലെ വാദി ഖ്വാദ് ഷൈഖ് സമീപമുള്ള ബരീഷ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചിത്രകാരൻ, നോവലിസ്റ്റ്, കവി, തത്വചിന്തകൻ അങ്ങനെ ഒട്ടുമിക്ക നിലകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. അമേരിക്കയിൽ വെച്ച് ആരംഭിച്ച സാഹിത്യ ജീവിതത്തിൽ അറബിയിലും ഇംഗ്ലീഷിലും രചനകൾ നടത്തി. ഗദ്യകവിതകൾ എന്ന സാഹിത്യശാഖയ്ക്ക് തുടക്കമിട്ടത് ജിബ്രാനായിരുന്നു. ലബനോണിൽ അദ്ദേഹം ഇപ്പോഴും ഒരു സാഹിത്യ നായകൻ തന്നെയാണ്. 1905 അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായ അൽ മ്യൂസിക് പുറത്തിറങ്ങുന്നത്. പിന്നീട് താഴ്വരയിലെ കന്യകകൾ, കണ്ണീരും പുഞ്ചിരിയും, മണലും നുരയും, ക്രിസ്തു മനുഷ്യപുത്രൻ, പ്രവാചകൻ എന്നീ കൃതികളുടെ വരവായിരുന്നു. 1931 ഏപ്രിൽ 10 ജിബ്രാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 1923 പ്രവാചകൻ അഥവാ ദ പ്രോഫറ്റ് എന്ന കൃതിയുടെ പ്രസിദ്ധീകരണം. സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകൻ എന്ന പുസ്തകം ജ്വലിച്ചു നിൽക്കണമെങ്കിൽ അതിന് ജീവിതത്തിൽ നൽകേണ്ട പ്രാധാന്യം എത്രത്തോളം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രവാചകൻ പറയുന്ന ഓരോ ഉത്തരങ്ങളും ജീവിത പാഠങ്ങളാണ്. ആരും തന്നെ പറഞ്ഞു തരാത്ത പാഠങ്ങൾ, എവിടെയും പഠിക്കാത്തത്, എന്നാൽ ജീവിതത്തിനും അത്യാവശ്യമായ പാഠങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ജിബ്രാന്റെ ദ പ്രോഫറ്റ് എക്കാലത്തെയും മികച്ച രചനയായിട്ട് നിലകൊള്ളുന്നത്. കാച്ചിക്കുറുക്കിയ കവിത, അതിലുടനീളമുള്ള തത്വചിന്ത, ആർജവമാർന്ന ജീവിത വീക്ഷണം, ആത്മാവിൽ നിന്നും വാർന്നു വീഴുന്ന സന്ദേശം, ഇവയൊക്കെ ചേർന്ന് അസാധാരണമായ ശില്പഭംഗിയും ഭാവഗാംഭീര്യവും കാഴ്ചവെക്കുന്ന മഹാസാഹിത്യ സൃഷ്ടി. അതാണ് ദ പ്രോഫറ്റ്. തൻ്റെ കാവ്യാത്മകമായ രചനയിലൂടെ സ്നേഹം, കാരുണ്യം, ദുഃഖം, സ്വാതന്ത്ര്യം, പ്രകൃതി വർണ്ണന എന്നിവയെ എഴുതിക്കൊണ്ട് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അടിസ്ഥാന വശങ്ങളിലേക്ക് ജിബ്രാൻ കടന്നു ചെല്ലുന്നു. പ്രണയം, വിവാഹം, നിയമം, കുഞ്ഞുങ്ങൾ, നീതി, ശിക്ഷ, സ്വാതന്ത്ര്യം, ഔദാര്യം, മതം, സുഖം, ദുഃഖം എന്നിങ്ങനെയുള്ള ആശയങ്ങൾക്ക് അൽ മുസ്തഫ എന്ന പ്രവാചകനിലൂടെ ജിബ്രാൻ രൂപം നൽകുമ്പോൾ പ്രവാചകൻ നമുക്ക് എന്നും പ്രിയപ്പെട്ട പുസ്തകമായി മാറുന്നു. വായിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഹൃദയവും മനസ്സും തുറന്നു വെക്കുക. നിങ്ങളിൽ ഉരുത്തിരിയുന്ന ഏതൊരു ചോദ്യത്തിനും അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഏതൊരു സാഹചര്യത്തിനും ദ പ്രോഫറ്റ് ഒരു ഉത്തരം നൽകാതിരിക്കില്ല. അൽ മുസ്തഫ, നിയുക്തനും പ്രിയങ്കരനുമായവൻ. തന്നെ തൻ്റെ ജന്മനാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാനായി കപ്പൽ വരുന്നതിന് കാത്ത് ഓർഫലീസ് നഗരത്തിൽ അവൻ 12 സംവത്സരങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു കൊയ്ത്തുകാലത്ത് ഒരു കുന്നിൻ മുകളിലേക്ക് കയറിയ അവൻ കണ്ടു ഒരു കപ്പൽ ഓർഫലീസ് നഗരത്തെ ലക്ഷ്യമാക്കി വരുന്നത്. അവൻ്റെ സന്തോഷം സമുദ്രോപരിതലത്തിലെ തിരകളായിട്ട് മാറി. എന്നാൽ അവിടുന്ന് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വേദന അവന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിപ്പം നമ്മളിലും ചിലപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? ചില സ്ഥലങ്ങളിൽ നിന്ന് യാത്ര പറയുമ്പോഴുണ്ടാവുന്ന ഹൃദയഭേദകമായി ഉണ്ടാകുന്ന വേദന, ചങ്കു തകരുന്ന വേദന എന്നൊക്കെ പറയുന്ന പോലെ. ചിലപ്പം അത് പഠിച്ച സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴാവാം, കോളേജിൽ നിന്ന് യാത്ര പറയുമ്പോഴാവാം, അതും അല്ലെങ്കിൽ ജോലി സ്ഥലം മാറിപ്പോകുമ്പോഴും ഒക്കെ ആവാം. അങ്ങനെ നമ്മളെ യാത്ര പറഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആരും കാണാതെ നമ്മൾ ആ കണ്ണിൻ്റെ നനവ് തുടച്ചു കളഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടല്ല, എന്തൊക്കെയോ പ്രിയപ്പെട്ടത് ഇത് ഇനി അങ്ങോട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാവാം. അങ്ങനെ നമ്മുടെ കഥാനായകനായ അൽ മുസ്തഫയെ യാത്ര പറയുന്ന വേളയിൽ ആ നാട്ടിലെ എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ നിന്നും അൽമിത്ര എന്ന പേരുള്ള ഒരു യുവതി മുന്നോട്ട് വന്നുകൊണ്ട്
ഇങ്ങനെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇന്നിങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവാചക, നിനക്കുള്ള കപ്പൽ തീരത്താണെങ്കിൽ ഇനി അധിക സമയമില്ല, നിങ്ങൾക്ക് പോവുക തന്നെ വേണമല്ലേ? പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് അൽ-മുസ്തഫ അവിടെ കൂടി നിന്നവരോട് ചോദിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെയൊരു പ്രവാചകനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവരിൽ നിന്നും അറിയാനുണ്ടാവുക? പ്രവാചകൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അവർക്ക് നല്ല നിശ്ചയമായിരിക്കും. 1-2 സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ. അൽമിത്ര തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് പറയാനായിരുന്നു അവർ താല്പര്യപ്പെടുന്നത്. അതിന് ഉത്തരമായിട്ട് സ്നേഹം എങ്ങനെ ഉണ്ടാവുന്നുവെന്നും അതിനെ എങ്ങനെ അറിയണമെന്നും പ്രവാചകൻ പറയുന്നു. ഒടുക്കം ഒരു വാചകം കൂടി ചേർക്കുന്നു. When you love, you should not say God is in your heart, but rather I am in the heart of God. സ്നേഹം എന്ന അനുഭൂതി അനുഭവിക്കുകയോ അത് പകരുകയോ ചെയ്യുന്ന സമയത്ത് ദൈവം നമ്മുടെ ഹൃദയത്തിലല്ല, മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു. സ്നേഹം അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ സ്നേഹം എന്ന അനുഭൂതി മാത്രം ആസ്വദിക്കുമ്പോഴാണെന്ന് പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നു. ഓരോ ദിവസവും ഉണരുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ദിവസം കൂടി തന്നതിൽ നന്ദി പറയുക. അടുത്ത ചോദ്യം കല്യാണത്തെക്കുറിച്ചാണ്. എന്താണ് കല്യാണം അഥവാ മാരേജ് എന്നൊക്കെ പറയുന്നത്? ഇന്ന് മാരേജിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തന്നെ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രായമായാൽ കൂട്ടി വേണം എന്ന് പറയുന്നവർ ഒരു ഭാഗത്ത്, അതൊന്നും വേണമെന്നില്ല, ഒറ്റയ്ക്കും നമ്മുടെ ജീവിതം ആസ്വദിക്കാം എന്ന് പറയുന്നവർ മറ്റൊരു ഭാഗത്ത്. ഇതിലൊന്നുമില്ലാതെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കല്യാണം കഴിക്കുന്നവർ. അങ്ങനെ നീളുകയാണ് ന്യായീകരണങ്ങൾ. എന്നാൽ പ്രവാചകന്റെ അഭിപ്രായത്തിൽ കല്യാണം വേണമെന്നാണ്. പക്ഷേ കുറേ കണ്ടീഷൻസ് അഥവാ നിബന്ധനകൾ പാലിച്ചിരിക്കണം. അതിൽ ചിലത് മാത്രം ഞാനിവിടെ പറയുന്നു. ലവ് വൺ അനദർ ബട്ട് മേക്ക് നോട്ട് എ ബോണ്ട് ഓഫ് ലവ്. പരസ്പരം സ്നേഹിക്കണം, എന്നാൽ അതൊരു പരിധിക്കുള്ളിൽ ആവരുത്. സിംഗ് ആൻഡ് ഡാൻസ് ടുഗെദർ ആൻഡ് ബി ജോയസ് ബട്ട് ലെറ്റ് ഈച്ച് വൺ ഓഫ് യു ബി അലോൺ. ഒരുമിച്ചുള്ള സമയങ്ങളെ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും എല്ലാം വേണം. എന്നിരുന്നാലും ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് വേണം ഭാര്യാഭർത്തൃ ബന്ധവും നിലനിർത്തിക്കൊണ്ടുപോകാൻ. Stand together, yet not too near together, for the pillars of the temple stand apart. രണ്ടാളും ഈക്വലി സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ സൗധങ്ങൾ പണിതുയർത്താൻ കഴിയുള്ളൂ. ഭാര്യയുടെ വീഴ്ചയിൽ ഭർത്താവ് താങ്ങാവണം, അതുപോലെ തന്നെ തിരിച്ചും. എല്ലാവരും എല്ലാ കാലത്തും ഒരുപോലെ ഊർജ്ജസ്വലതയോടെ നിലകൊള്ളണമെന്നില്ല. And the oak tree and the cypress grow in each other's shadow. രണ്ടുപേരും അവർക്ക് അനുയോജ്യമായ കർമ്മരംഗങ്ങളിൽ നിരതരാവാൻ ശ്രമിക്കണം. ഒരാളുടെ തണൽ ഒരിക്കലും മറ്റൊരാളുടെ ഉയർച്ചയ്ക്ക് കാരണക്കാരാവില്ല. തണലിൽ വളരുന്ന സസ്യങ്ങളും അല്ലാതെ വളരുന്ന സസ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഒരു കുട്ടിയും പിടിച്ചിരിക്കുന്ന യുവതിയുടേതായിരുന്നു അടുത്ത ചോദ്യം. കുട്ടികളുടെ ആവശ്യകതയെക്കുറിച്ച് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ചൂടി പിടിച്ച ഒരു ടോപ്പിക്കാണ് പാരൻറ്ഹുഡ് എന്നതും രക്ഷാകർത്തൃത്വം. പ്രവാചകൻ പറയുന്ന ആദ്യത്തെ മറുപടി ഇങ്ങനെയാണ്: യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കെയിം ത്രൂ യു ബട്ട് നോട്ട് ഫ്രം യു. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടേതല്ല, അത് നിങ്ങളിലൂടെ വന്നു എന്ന് കരുതി അത് നിങ്ങളിൽ നിന്നല്ല വന്നത്. ഇങ്ങനെ നമ്മളോട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുമല്ലേ? പക്ഷേ യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെയാണ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ജീവിത താളുകളിൽ കുറിച്ചിട്ടുണ്ടാവും ആർക്ക്, എപ്പോൾ, എവിടെ ജനിക്കണം എന്നൊക്കെ. യു മേ ഗിവ് ദം യുവേഴ്സ് ലവ് ബട്ട് നോട്ട് യുവർ തോട്ട്സ്. യു മേ ഹൗസ് ദെയർ ബോഡി ബട്ട് നോട്ട് ദെയർ സോൾ. നിങ്ങൾക്കവരെ സ്നേഹിക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കരുത്. അവരുടെ ശാരീരിക ആരോഗ്യം നിങ്ങളുടെ അധിഷ്ഠിതമാണ്, എന്നാൽ മാനസികാരോഗ്യം തീർത്തും അങ്ങനെയല്ല. അത് മറ്റൊരു വ്യക്തിയാണ്. വേറൊരു ചിന്താവലയത്തിൽ തൻ്റെ കർമ്മമണ്ഡലത്തെ നോക്കിക്കാണാൻ പോകുന്ന ഒരു വ്യക്തി. നമ്മുടേതായ വീക്ഷണങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. നിങ്ങളാകുന്ന വില്ലിൽ ലക്ഷ്യസ്ഥാനം നോക്കി കുതിക്കുന്നവരാണ് അതിലെ അമ്പുകളാകുന്ന നിങ്ങളുടെ കുട്ടികൾ. അമ്പിലും വില്ലിനും അതിൻ്റേതായ കർമ്മമുണ്ട്, കർത്തവ്യമുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിഗഹനമായി പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ പ്രോഫറ്റ്. ഇനി വരുന്ന അധ്യായങ്ങളിൽ ദാനത്തെക്കുറിച്ച് പറയുന്നു, കഴിക്കുന്നതിനെയും കുടിക്കുന്നതിനെയും കുറിച്ച് പറയുന്നു, വർക്ക് അഥവാ അധ്വാനത്തെ കുറിച്ച് പറയുന്നു. അത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: When you work with love,
യു ബൈൻഡ് യുവർ സെൽഫ് ഇൻ ടു യുവർ സെൽഫ് ആൻഡ് ടു വൺ അനദർ ആൻഡ് ടു ഗോഡ്. അധ്വാനം അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ, സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ അടുക്കുന്നു, നമ്മൾ നമ്മളിലേക്ക് ലയിക്കുന്നു, ആ ലയനം ദൈവത്തിലേക്കും എത്തിച്ചേരുന്നു. And to love yourself through labor is to the intimate with life's inmost secret. ജീവിതത്തിൻ്റെ കാതലായ രഹസ്യം എന്ന് പറയുന്നത് അധ്വാനത്തിലൂടെയുള്ള സമർപ്പണമാണെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷത്തെയും സങ്കടത്തെയും കുറിച്ച് പറയുന്നു. വീടിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യുവർ ഹൗസ് ഈസ് യുവർ ലാർജർ ബോഡി. നിങ്ങൾ നിങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നോ അത് നിങ്ങളെ വീട് കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന മുറി കണ്ടാൽ മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളുടെ പ്രതിഫലനമായിരിക്കും നിങ്ങൾ താമസിക്കുന്ന സ്ഥലം. വീഡിയോ ഒന്നുകൂടി പോസ്റ്റ് ചെയ്ത് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. നിങ്ങളുടെ മാനസികാരോഗ്യവും നിങ്ങളുടെ വീടുമായിട്ടുള്ള ബന്ധം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി ഇതിൽ വസ്ത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു, വാങ്ങുന്നതിനെക്കുറിച്ചും വിൽക്കുന്നതിനെക്കുറിച്ചും പറയുന്നു, അപരാധത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പറയുന്നു, നിയമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വേദനയെക്കുറിച്ച്, ആത്മജ്ഞാനത്തെക്കുറിച്ച്, അധ്യാപനത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, സംസാരത്തെയും സമയത്തെയും കുറിച്ച് പറയുന്നു. സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. ഇന്നലെ എന്നത് ഇന്നത്തെ ഓർമ്മയാണ്, നാളെ എന്നത് ഇന്നത്തെ സ്വപ്നവും. ഓർമ്മകളെയും സ്വപ്നങ്ങളെയും മികച്ചതാക്കാൻ ഇന്നത്തെ പ്രവൃത്തിക്ക് മാത്രമേ സാധിക്കൂ എന്ന് സാരാംശം. ഒരിടത്തു നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങൾ പകർന്നു തരുന്നതിൽ ഖലീൽ ജിബ്രാൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ പറയുന്ന കാര്യങ്ങളിൽ അത്രയും അതിൽ കൂടുതലും അറിയാനുള്ള ആകാംക്ഷയുണ്ടെങ്കിൽ ഇനി സമയം കളയണ്ട. ദ പ്രോഫറ്റ് എന്ന പുസ്തകം ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ.